സഹൃദയ സദസ്സിന് നമസ്കാരം. 2025 ആണ്ടിലെ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് ആറ്റത്തറ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ പീഡാനുഭവ സന്ദേശത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം നായീനിലെ ഇവാൻ. ഞാൻ ഫെലിക്സ്, ഒരു ചരിത്ര ഗവേഷകൻ. അതിലുപരി അന്വേഷണം എന്ന ലഹരി തലയ്ക്ക് പിടിച്ചലയുന്ന ഒരു സ്പെഷ്യൽ മാഡ് ക്യാരക്ടർ. എന്റെ അന്വേഷണങ്ങൾക്കും കൃതികൾക്കും എന്റേതായൊരു വ്യത്യസ്തത ഉണ്ടായിരിക്കും. ചിലർ അതിന് യുക്തിയില്ലെന്ന് പറഞ്ഞ് വിമർശിക്കും. മറ്റു ചിലർ അതിനെ അതിശയോക്തമായി അഭിനന്ദിക്കും. എന്തായാലും എന്റെ ആശയങ്ങൾ എനിക്ക് തരുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലൂടെ ഞാൻ എന്റെ തൂലിക ചലിപ്പിക്കും. ഈയിടെ എന്റെ ഗവേഷണങ്ങൾ ബൈബിളിലേക്ക് കടന്നു. ആ ഗവേഷണത്തിലും ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നു. ബൈബിൾ പശ്ചാത്തലത്തിലൂടെ ഒരു സാങ്കല്പിക കഥ മെനഞ്ഞെടുക്കുക അതത്ര എളുപ്പമായിരുന്നില്ല. ആരെക്കുറിച്ച് എഴുതണം, എവിടെ നിന്ന് ആരംഭിക്കണം, എങ്ങനെ എഴുതണം, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുമായി ഞാൻ എന്റെ ഗവേഷണം ആരംഭിച്ചു. വ്യത്യസ്തതയുള്ള ഒരു ബൈബിൾ കഥാപാത്രമായിരുന്നു എന്റെ മനസ്സിൽ. ഒരുപാട് അന്വേഷണങ്ങൾക്ക് അവസാനം ഞാൻ എഴുതുവാൻ തീരുമാനിച്ചു. യേശു ഉയർപ്പിച്ച നായിനിലെ വിധവയുടെ മകനെ കുറിച്ച്, ഇവാൻ എന്ന ചെറുപ്പക്കാരനെ കുറിച്ച്. ചഷകം പുണരും പാട്ടും നൃത്തവും പകലുകൾ രാത്രികൾ പരിചുട ചുറ്റും പല സഖീമാർ പട്ടുടയാടകൾ പലവുരു ചാർത്തി പാരം വിസ്മയപൂരം പാലൊളി വീശും കോമളരൂപൻ പതയും ചഷകം പുണരും പാട്ടും നൃത്തവും പകലുകൾ രാത്രികൾ പരിചുട ചുറ്റും പല സഖീമാർ ചഷകം പുണരും പാട്ടും നൃത്തവും പകലുകൾ രാത്രികൾ പരിചുട ചുറ്റും പല സഖീമാർ പട്ടുടയാടകൾ പലവുരു ചാർത്തി പാരം വിസ്മയപൂരം പാലൊളി വീശും കോമളരൂപൻ പതയും ചഷകം പുണരും പാട്ടും നൃത്തവും പകലുകൾ രാത്രികൾ പരിചുട ചുറ്റും
പല സഖീമാർ, പല സഖീമാർ, പല സഖീമാർ. ഓ, അഭിനന്ദിക്കാതെ വയ്യ. അതിമനോഹരമായിരുന്നു ഇന്നലെ യെസിയായുടെ വീട്ടിൽ വെച്ച് നടന്ന നൃത്തവിരുന്ന്. അതെ അതെ, ഈ അടുത്തൊന്നും ഇത്ര മനോഹരമായ നൃത്തച്ചുവടുകൾക്ക് കാണികളാവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്ത് ജനമായിരുന്നു! നായിൻ പട്ടണത്തിലെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിൽ തന്നെയായിരുന്നു ഹെസിയ ആ വിരുന്ന് സൽക്കാരവും നൃത്തവിരുന്നും നടത്തിയത്. ഓ, അത് പോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ യെസിയായുടെ വീട്ടിലെ പ്രധാന ചർച്ചാ വിഷയം ആ ചെറുപ്പക്കാരൻ തന്നെയായിരുന്നു. മരപ്പണിക്കാരൻ ജോസഫിന്റെ മകൻ യേശു എന്ന ചെറുപ്പക്കാരൻ. അത് ശരിയാ, എല്ലാവരും അവനെ കുറിച്ച് തന്നെയായിരുന്നു വാ തോരാതെ സംസാരിച്ചിരുന്നത്. കാനായിൽ അവൻ നടത്തിയ അത്ഭുതം ഇപ്പോഴും വിശ്വസിക്കാനേ കഴിയുന്നില്ല. നിങ്ങൾക്കെന്താ കൂട്ടത്തോടെ ഭ്രാന്ത് പിടിച്ചു? ഇവനെ പോലെ എത്രയെത്ര കൺകെട്ട് വിദ്യക്കാരൻ നമ്മൾ കണ്ടിരിക്കുന്നു. അത് ശരിയാ, അവന്റെ കൂട്ടിൽ നടക്കുന്നവരോ ചുങ്കം പിടിക്കുന്നവരും തീവ്രവാദികളുമൊക്കെ. അപ്പൊ തന്നെ മനസ്സിലാക്കാമല്ലോ അവന്റെ രീതികളൊക്കെ എപ്രകാരമായിരിക്കുമെന്ന്. അമ്മേ, ഓ സമീറ, എന്താ മോളെ രാവിലെ തന്നെ? ഓ, എനിക്കിങ്ങോട്ട് വരാൻ നേരവും കാലൊക്കെ നോക്കണോ? അതോ ഞാൻ ഇങ്ങോട്ട് വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്നുണ്ടോ? എന്നാ ഞാൻ പോയേക്കാം. എന്താ? ഞാൻ അതല്ല മോളെ ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് വല്ല വിശേഷവും? പ്രത്യേകിച്ചൊന്നുമില്ല അമ്മേ. അല്ല, ഇവാൻ എവിടെ? ഒന്നും പറയണ്ട മോളെ, നിനക്കും അറിയാവുന്നതല്ലേ അവന്റെ സ്വഭാവം. പോകുന്നതോ വരുന്നതോ ഞാൻ അറിയുന്നില്ല. എപ്പോ നോക്കിയാലും അവന്റെ ഒപ്പം കാണും ആ ഷെല്ലോക്കും. അമ്മേ, ആ ഷെല്ലോക്കുമായുള്ള ഇവാന്റെ ചെങ്ങാത്ത അവസാനിപ്പിക്കാൻ പറയണം. അവനെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായമാ നാട്ടുകാരുടെ ഇടയിൽ. സമീറ, എന്റെ പൊന്നു മോളെ, എന്നെക്കാളും അധികം അവന് വേണ്ടി കണ്ണീരൊഴുക്കി നീ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ മനസ്സ് അവൻ കാണാത്തത് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അവന്റെ ഭാര്യയായി നീ ഈ വീട്ടിലേക്ക് കയറി വരുന്നതും കാത്താണ് ഈ അമ്മ ഇരിക്കുന്നത്. എന്നെങ്കിലും നിന്റെ സ്നേഹം അവൻ തിരിച്ചറിയും, തീർച്ച. അതൊന്നോർത്ത് അമ്മ വിഷമിക്കണ്ട. എല്ലാം അതിൻ്റെതായ സമയത്ത് തന്നെ നടക്കും. അയ്യോ, ഞാൻ ഇറങ്ങട്ടെ. ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. ഇവൻ വരുമ്പോ ഞാൻ വന്നിരുന്നതായി പറയണം. പോട്ടെ അമ്മേ. ശരി മോളെ. അല്ല, ഇതാര് പീലിപ്പോസോ? വാ വാ. താനിപ്പോ ആ യേശുവിന്റെ ശിഷ്യനാണെന്ന് കേട്ടു. ആ, നേരായ രീതിയിൽ തന്നെയാണോ കാര്യങ്ങളുടെ പോക്ക്? അല്ല, നീ കൂടാതെ പിന്നെയുമില്ലേ ശിഷ്യന്മാർ? കുറേ പേരൊന്നും അത്ര ശരിയല്ലെന്നാണല്ലോ കേൾവി. ആ യൂദാസ് കറിയാത്തായും ഉണ്ടല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ. അവൻ ആളത്ര ശരിയല്ല. കയ്യിലുള്ള പണമെല്ലാം സൂക്ഷിച്ചോളാൻ നിന്റെ ഗുരുവിനോട് പറഞ്ഞോ? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഗുരുവിനെതിരായി ഒന്നും ചെയ്യാൻ
ഞങ്ങൾക്ക് കഴിയില്ല. ഓ ശരി ശരി. അല്ല പീലിപ്പോസേ, നിന്റെ ഗുരുവിനെ ഞങ്ങളുടെ നാട്ടിലേക്കൊന്ന് കൊണ്ടുവരുമോ? ആ മഹാനെ നേരിൽ കണ്ടും തൃപ്തിപ്പെടാനാ. കളിയാക്കണ്ട, ഗുരു എന്നെങ്കിലും ഈ വഴിക്ക് വരും. അന്ന് നിങ്ങളുടെ പരിഹസിക്കലുകളൊക്കെ നിന്നുകൊള്ളും. ഞാൻ പോകുന്നു. ഇന്ന് ഗുരുവിനോടൊപ്പം ഒരു യാത്രയുണ്ട്. പിന്നെ കാണാം. അവനും അവന്റെ ഒരു ഗുരു. ആ അതെന്തെങ്കിലും ആകട്ടെ, ഇനി അടുത്ത ആളെ പിടിക്കാം. അല്ല, നമ്മുടെ പതിവ് കഥാപാത്രങ്ങളെ കണ്ടിട്ട് 2 ദിവസമായല്ലോ. ആരെ കുറിച്ചാ താൻ ഈ പറയുന്നത്? ആ തെമ്മാടികളായ ഇവാനും ഷെല്ലോക്കും. അല്ലാതാരാ? പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാ ആ ദുഷ്ടന്മാര്. എനിക്കാ ഇവാന്റെ അമ്മയെ കുറിച്ച് ഓർത്തിട്ട വിഷമം. അവരൊരു പാവം സ്ത്രീയാ. മരിച്ചുപോയ അവരുടെ ഭർത്താവോ ഒരു നീതിമാനും. പക്ഷേ ഇവാൻ എന്താ ഇങ്ങനെയായത്? പോരാത്തതിന് ആ ഷെല്ലോക്കിന്റെ കൂട്ടും. നിർത്ത്. ആ വരുന്നത് അവരല്ലേ? അതെ, അതവർ തന്നെ. ഇന്നിനി എന്തെല്ലാം കാണണം. ദേ, അവരിങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഇനി അവരെ കുറിച്ച് അധികം സംസാരം വേണ്ട. രണ്ട് ദിവസം ഇവിടെ നിന്ന് മാറി നിന്നപ്പോ ഞങ്ങളുടെ രീതികളൊക്കെ നിങ്ങൾ മറന്നു അല്ലേ? മറന്നോടാ എല്ലാവരും. പുതിയ കച്ചവടക്കാർക്ക് അത് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. കഴിയാതെ പോയാ എല്ലാവർക്കും അത് ദോഷം ചെയ്യും. അത് നാടിനായാലും നാട്ടുകാർക്കായാലും. ഇനിയൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടായെന്ന് വരില്ല. വ്യാപാരികൾക്കിഷ്ടം കച്ചവടത്തോടും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തോടും ആയിരിക്കും. എന്നാൽ ഞങ്ങൾക്കിഷ്ടം ആ ലാഭത്തെ പിടിച്ചു പറിക്കാനാ. ഇതാണ് ഞങ്ങളുടെ രീതി, ഇവാന്റെയും ഷെല്ലോക്കിന്റെയും രീതി. മനസ്സിലായടാ? എത്ര നാളെന്ന് കരുതിയ വെറുതെ ഇങ്ങനെ ചെറുകിട പിരിവ് നടത്തി അങ്ങ് തട്ടിമുട്ടി കഴിയുന്നു ഇവാൻ. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമില്ല, നമുക്ക് വലിയ കുറെ പദ്ധതികൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുവഴി ഒത്തിരി പണം. ആരും നമ്മെ കണ്ടാൽ ഭയക്കണം. എന്തും എങ്ങനെയും എവിടെ വെച്ചും ചെയ്യാൻ ഉതകും വിധമുള്ള സ്വാതന്ത്ര്യം. ഇവാൻ ഒന്ന് സ്വപ്നം കാണൂ. ഇവാനും ഷെല്ലോക്കും മാത്രം ഒന്നാമത്, ബാക്കി എല്ലാവരും അങ്ങ് താഴെ തട്ടിൽ. ഒരൊറ്റൊരുത്തനും നമുക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഭയക്കുന്ന അവസ്ഥ. ആഹാ, കൊതിയാവുന്നു ഇവാൻ, അമിത കൊതി. ആ ചില പദ്ധതികളൊക്കെ എന്റെ മനസ്സിലുണ്ട്. നീ എന്റെ ഒപ്പം നിന്നാൽ മാത്രം മതി. നിന്റെ ശക്തി എന്റെ ബുദ്ധി. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കൂട്ടു വ്യവസായം, ലാഭം പപ്പാതി. എന്താ ചങ്ങാതി? വരട്ടെ, സമയം അതിക്രമിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിലും നമ്മൾ ആശിച്ചതൊന്നും നേടാതിരുന്നിട്ടില്ലല്ലോ. ആ, നീ ഒന്നുകൂടെ ഒഴുകി. ഇന്നെനിക്ക് കുറെ കുടിക്കണം. വീര്യം കൂടുന്തോറും വീറും കൂടും ഷെല്ലോക്ക്. നീ കുടിക്കൂ ഇവാൻ, ആവോളം ലഹരി നുണഞ്ഞുന്മത്തനാകൂ. ഉന്മാദത്തിലിരുന്ന് നീ ചിന്തിക്കൂ. ഞാൻ പറഞ്ഞ സ്വപ്നത്തെക്കുറിച്ച് ആവേശത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങുവാൻ ഈ വീര്യം നിന്നെ സഹായിക്കും. എല്ലാം മറന്ന് ആസ്വദിക്കൂ.
ആസ്വദിക്കും, ഞാൻ ആവോളം ആസ്വദിക്കും. കൊള്ളയും കൊലയും പിടിച്ചുമറിയുമായി ജീവിക്കുന്ന ഇവാനെ നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാനാണുള്ളത്. എല്ലാം എണ്ണി എണ്ണി നേടണം എനിക്ക്, എന്റെ കൈപ്പിടിയിലടങ്ങുന്നതിനും അപ്പുറം. അപ്പോൾ നിന്റെ അമ്മയോ ഇവാൻ? ഓ, എന്ത് അമ്മ, അവരെങ്ങനെയെങ്കിലും കഴിഞ്ഞോളും. അല്ലെങ്കിലും അവരുടെ ചെലവിലൊന്നല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ രീതികളോട് യോജിക്കാൻ ഒരിക്കലും ആ സ്ത്രീക്ക് കഴിയില്ല. മരിച്ചുപോയ ഭർത്താവിൻ്റെ ആദർശങ്ങളും ഓർമ്മകളും കെട്ടിപ്പിടിച്ച് കഴിയുന്ന ഒരു വിധവ. കടപ്പാടുകളുടെയും പ്രാരാബ്ദങ്ങളുടെയും പാണ്ഡം പേറാൻ തൽക്കാലം എനിക്ക് മനസ്സില്ല. മറ്റുള്ളവരെ അകമിഴിഞ്ഞ് സഹായിച്ചു, സമ്പാദിക്കാൻ മറന്നുപോയി. ജീവിതത്തിൽ തോറ്റുപോയ പിതാവിൻ്റെ മുൻപിൽ മകന് സമ്പാദിച്ച് ജയിക്കണം. അതിന് ഞാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ ചിലപ്പോൾ അന്യായവും തോന്നിവാസമായി മറ്റുള്ളവർക്ക് തോന്നാം. പക്ഷേ ഞാനത് കാര്യമാക്കുന്നില്ല. ഇവാന് വേണ്ടി മറഞ്ഞിരിക്കുന്ന വിധി പോലും തോറ്റുപോകും, ഇല്ലെങ്കിൽ തോൽപ്പിക്കും ഞാൻ. അപ്പോൾ നിന്റെ ഭാര്യയാവാൻ കൊതിച്ചു നടക്കുന്ന ആ സമീറയോ? ഹ, അവളോട് പോവാൻ പറ. എന്റെ ഷെർലോക്ക്, ഒന്ന് തിരിഞ്ഞു നോക്കിയാ നമ്മുടെ രണ്ടുപേരുടെയും കുട്ടിക്കാലത്തെ ഒരു കളിക്കൂട്ടുകാരി. അതിലുമപ്പുറം എൻ്റെ ജീവിതത്തിൽ അവൾക്ക് മറ്റു സ്ഥാനമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കടപ്പാടുകളുടെ ഭാണ്ഡം പേറാൻ എനിക്ക് മനസ്സില്ല. കഴിവതും ഒറ്റത്തടിയായിരിക്കുക, വീറോടെ ജീവിക്കുക. അപ്പോ മരണം പോലും ഒന്ന് മടിക്കും ഈ ഈവാന്റെ അടുത്ത് വരാൻ. സമ്മതിച്ചിരിക്കുന്നു ഇവാൻ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അല്ലെങ്കിലും വീടും കുടുംബവും ഒന്നും നമ്മളെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കടപ്പാടുകളുടെ കെണിയിലകപ്പെടാനുള്ളതല്ല നമ്മുടെ ജീവിതം. അത് നമുക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. പിന്നെ എന്തിനാവശ്യമില്ലാത്ത ആവലാദികൾ, അല്ലേ ഇവാൻ? അതെ, ഈ ലോകം തന്നെ വെട്ടിപ്പിടിക്കണം നമുക്ക്. എന്നിട്ട് ഈ ലോകത്തിന്റെ അധിപന്മാരായി ആർത്തുല്ലസിക്കണം. വീഞ്ഞിന്റെ വീര്യവും പണത്തിന്റെ പ്രൗഢിയും ആഡംബരത്തിന്റെ ചെങ്കോലും വേണ്ടി അട്ടഹസിക്കണം നമുക്ക്. ഷെർലോക്ക്, അട്ടഹസിക്കണം നമുക്ക്. മോനെ, രാത്രി മുഴുവൻ നീ എവിടെയായിരുന്നു? ഭക്ഷണമൊരുക്കി നിന്നെ കാത്തിരിക്കുകയായിരുന്നു അമ്മ. എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കണമെന്നില്ല. ഭക്ഷണമൊരുക്കി രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. അതൊക്കെ പ്രത്യേകം പറയണോ മോനെ? ഏതൊരമ്മയുടെയും കർത്തവ്യമല്ലേ അത്? കർത്തവ്യങ്ങൾ നിറവേറ്റാം, മാന്യമായി ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി മാത്രം. അല്ലാതെ എന്നെപ്പോലെ നാടിനും വീടിനും വേണ്ടാത്ത മക്കൾക്ക് വേണ്ടി ആവരുത്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോനെ. നിന്നെ ഓർത്ത് വിലപിക്കാത്ത ഒരു നിമിഷം പോലും ഈ അമ്മയുടെ ജീവിതത്തിലില്ല എന്റെ പൊന്നു മോനെ. ആര് പറഞ്ഞു എനിക്ക് വേണ്ടി വിലപിക്കാൻ? എനിക്ക് വേണ്ടി ആരും അത്ര കഷ്ടപ്പെടണ്ട. പിന്നെ എൻ്റെ ഈ കുത്തഴിഞ്ഞ ജീവിതം, അതാണ് എനിക്കിഷ്ടം. അടിമച്ചങ്ങലകളില്ലാത്ത തുറന്ന മേച്ചിൽപ്പുറം. ഈ ജീവിത രീതിയോട് ഞാനേറെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വെറുതെ സമയം പാഴാക്കണ്ട. മോനെ, നീ നിന്നെ തന്നെ തരം താഴ്ത്തി സംസാരിക്കരുത്. നിന്റെ ഉള്ളിലും ഒരു നല്ല മനുഷ്യനുണ്ട്. കാലം അത് തെളിയിക്കും. അപ്പോൾ നിനക്കെല്ലാം മനസ്സിലാകും. മനുഷ്യനോ? ഈ ഞാനോ?
ഈ നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത് ഇവാനും ഷെല്ലോക്കും മനുഷ്യരല്ല മൃഗങ്ങളാണെന്നാണ്. പിന്നെ കാലം തെളിയിക്കുന്ന എന്നില നല്ല മനുഷ്യൻ, അത് കാലം തന്നെ തെളിയിക്കട്ടെ. പക്ഷേ സമുദ്രം തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഡ്ഢിയുടെ അവസ്ഥയായിരിക്കും അതിനെ. ഇവാൻ, നീ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ യഹോവയ്ക്കെതിരെയാണ്. നിന്റെ പൂർവികർ ആരും തന്നെ ഇത്തരം ചിന്താരീതികൾ ഉള്ളവരായിരുന്നില്ല. ആ ഷെല്ലോക്ക് ഒറ്റ ഒരുത്തനാണ് നിന്നെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത്. എങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത്? അവനാണ് എനിക്കെല്ലാം. അവനെക്കുറിച്ചൊരു അക്ഷരം ഇവിടെ പറഞ്ഞു പോകരുത്. അവൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും എന്നെ സ്നേഹിച്ചിട്ടില്ല. 10 മാസം പേറിയ ഈ ഉദരം പോലും. ഇവാൻ, യഹോവയ്ക്ക് നിരക്കാത്തത് പറയാതിരിക്കൂ. ഷെല്ലോക്ക് നിന്റെ ഉറ്റ സ്നേഹിതനായിരിക്കാം, പക്ഷേ അമിതമായി അവനെ നീ വിശ്വസിക്കരുത്. അവൻ നിന്നെ ചതിക്കും. ഇനിയും ഒരു ദുരന്തം, അത് ഈ അമ്മയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ഇവാൻ, മതി. ഈ സംസാരം നമുക്ക് ഇവിടെ നിർത്താം. ഇനി ഇത് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഷെല്ലോക്കിനില്ലാത്ത സ്ഥാനം എനിക്കും ഈ വീട്ടിൽ വേണ്ട. ഇനി എന്നെ ഓർത്ത് കാത്തിരിക്കുകയോ വിലപിക്കുകയോ വേണ്ട. ആ പിന്നെ മറ്റൊരു കാര്യം, ആ സമീറ കൂടെ കൂടെ ഇവിടെ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് എന്നെ നന്നാക്കാനുള്ള വരവാണെങ്കിൽ ഇനി അത് വേണ്ടെന്ന് പറഞ്ഞോളൂ. വെറുതെ എന്റെ പിന്നാലെ നടന്ന് ചീത്ത പേര് സമ്പാദിക്കാൻ നിൽക്കണ്ട. മോനെ, അവൾ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ ഭാര്യയാവാൻ. വേണ്ട. ബാധ്യതകളുടെ തോഴനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭാര്യ, കുടുംബം, കുഞ്ഞുങ്ങൾ, ഇതെല്ലാം എനിക്ക് ചേരാത്തൊരു കുപ്പായമാണ്. അതുകൊണ്ട് ചേരാത്ത കുപ്പായത്തിന്റെ ഭംഗി ആസ്വദിച്ചിരിക്കരുതെന്നും സമീറയോട് പറയണം. മോനെ ഇവാൻ, ഇവാൻ, എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്? മുഖം എന്താ ആകെ വല്ലാതിരിക്കുന്നേ? ദീനം വല്ലതുണ്ടോ? ദീനമോ? എനിക്കോ? പിന്നെ എന്താ വല്ലാതിരിക്കുന്നേ? സമീറ, സമീറ നിനക്കിപ്പോൾ എന്ത് വേണം? ഞാൻ ആകെ അസ്വസ്ഥനാണ്. അസ്വസ്ഥതയോ? എന്തു പറ്റി ഇവാൻ? തെളിച്ചു പറയൂ. നീയാണ് എന്റെ അസ്വസ്ഥത. നീ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. ഇവാൻ, അപ്പൊ നമ്മുടെ കുട്ടിക്കാലത്തെ സ്വപ്നങ്ങൾ അതെല്ലാം നീ മറന്നോ? ശരിയാണ്, സ്വപ്നങ്ങൾ. പക്ഷെ ഇന്ന് എന്റെ സ്വപ്നങ്ങൾ മറ്റു പലതുമാണ്. അതിനിടയിലേക്ക് ഓർമ്മകളിലെ കളിവീടുമായി നീ കടന്നു വരരുത്. ആ കളിവീട്ടിലേക്ക് കടന്നു വരാൻ ഇന്ന് എനിക്ക് എന്നോട് തന്നെ പൊരുതേണ്ടി വരും. വിജയിക്കുമെന്ന പ്രതീക്ഷയില്ലാത്ത ഒരു പൊരുതൽ, അതിന് ഞാൻ തയ്യാറല്ല. ഇവാൻ, നല്ലൊരു ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സമയം ഇനി അവശേഷിക്കുന്നുണ്ട്. എല്ലാം നിർത്തണം. നാടിനും നാട്ടുകാർക്കും, എന്തിന് സ്വന്തം അമ്മയ്ക്ക് പോലും നീയുന്ന തീരാത്ത വേദനയാണ്. വേണ്ട ഇവാൻ, ഇതൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തെ ഇവാനും സമീറയുമാകാം. സന്തോഷവും സമാധാനവും നിറഞ്ഞ ആ ജീവിതത്തിലേക്ക് മടങ്ങി വരൂ ഇവാൻ. സമീറ, സമീറ നീ അതിര് കിടക്കുന്നു. ഇന്നെന്റെ മനസ്സിൽ അതൊന്നുമില്ല. ഒന്നും ഓർമ്മിച്ചെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇവാൻ, നിനക്കിപ്പോൾ ആവശ്യം നല്ല ചെങ്ങാത്തമാണ്. ആ ഷെല്ലോക്കിനെ പോലെയുള്ളവർ ആഗ്രഹിക്കുന്നത് നിന്റെ നാശമാണ്, സർവനാശം. അയ്യോ സമീറ, നീ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഉറ്റ സുഹൃത്തിന്റെ സർവനാശം ആരെങ്കിലും ആഗ്രഹിക്കുമോ? സർവനാശം ശത്രുക്കൾക്കുള്ളതല്ലേ. ഇവിടെ ഇങ്ങനെയൊരു പദപ്രയോഗം നീ നടത്തരുതായിരുന്നു സമീറ. ഒന്നുമില്ലെങ്കിലും നമ്മൾ മൂവരും കളിക്കൂട്ടുകാരല്ലേ. ഷെല്ലോ, വേണ്ട. ഇവൾക്കൊന്നും സൗഹൃദത്തിന്റെ വില മനസ്സിലാവില്ല. നീ വരുന്നുണ്ടോ? ഞാൻ പോകുന്നു. ഇവാൻ, ഇവാൻ, കണ്ടില്ലേ സമീറ, അവനൊരു മുൻചുണ്ടിക്കാരനാ. അല്ലെങ്കിൽ
സ്വന്തമാകാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയോട് അവൻ ഇങ്ങനെയൊക്കെ പറയാമോ? കഷ്ടം തന്നെ അല്ലേ സമീറ? എനിക്ക് ഇവാൻ അറിയാം. ഇവാൻ എന്തെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാകും. ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാനും ഇവാന്റെ അമ്മയും എന്നും പ്രാർത്ഥിക്കുന്നത്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ സമീറ. മാനസാന്തരമുണ്ടായാൽ പിന്നെ ഇവാൻ എന്തു വില? അതുകൊണ്ട് മാനസാന്തരമെന്ന അധ്യായം സമീറ പതുക്കെ അങ്ങ് അടച്ചു കളഞ്ഞേക്ക്. നീ ഒറ്റ ഒരുത്തനാണ് ഇവാൻ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്. എന്തിനു വേണ്ടിയാണ് ഇവാന്റെ നാശം നീ ആഗ്രഹിക്കുന്നത്? ഇവാനെ എന്നെ തമ്മിൽ അകറ്റിയിട്ട് നിനക്ക് എന്ത് നേടാൻ ഷെല്ലോ? നിന്നെ സമീറ, നിന്നെ നേടാൻ വേണ്ടി മാത്രം. ഇപ്പോൾ ഇവാന്റെ മനസ്സിൽ നിനക്ക് സ്ഥാനമില്ല. പണ്ട് നമ്മുടെ കുട്ടിക്കാലം മുതൽ എന്റെ മനസ്സിൽ കയറി കൂടിയ പെണ്ണാ നീ സമീറ. പക്ഷേ എന്റെ ഇഷ്ടം അന്ന് നീ കണ്ടില്ല. കാരണം നിന്റെ കണ്ണുകൾ രണ്ടും ഇവാന് വേണ്ടി സമർപ്പിച്ചു പോയില്ലേ സമീറ? അന്ന് മുതൽ ഈ നിമിഷം വരെ എന്റെ മനസ്സിൽ അവന്റെ നാശമാണ്. നീ പറഞ്ഞ സർവനാശം. അയ്യോ, ഞാൻ പോകട്ടെ സമീറ. അല്ലെങ്കിൽ തന്റെ ഉറ്റ സുഹൃത്തിനെ കാണാതെ പാവം ഇവാൻ ദേഷ്യപ്പെടുന്നുണ്ടാകും. എന്തോ ഇന്ന് മനസ്സിനൊരു സുഖമില്ല ഷെല്ലോ. എന്താണെന്നറിയില്ല, ആകെ ഒരു അസ്വസ്ഥത പോലെ. നീ ഒന്നുകൂടെ ഒഴുക്കി. എന്താ സുഖം, എന്താ അസ്വസ്ഥത? നീ ഇതങ്ങ് കുടിക്കേ. നിന്റെ എല്ലാ പ്രയാസങ്ങളും നാട് കടത്തുന്ന ഒരു ദിവ്യ ഔഷധമാണിത്. അല്ല, ഇന്നെന്താ പതിവിന് വിപരീതം? നീ കുടിക്കുന്നില്ലേ? അതിന് എന്റെ മനസ്സിനല്ലല്ലോ, നിന്റെ മനസ്സിനല്ലേ പ്രയാസം. അതുകൊണ്ട് നീ കുടിക്ക്, ഞാൻ സാവകാശം കുടിച്ചോളാം. അതെ, പ്രയാസം എൻ്റെ മനസ്സിനാണ് പ്രയാസം ഷെല്ലോക്ക്. എടാ ഷെല്ലോക്ക്, നിനക്കറിയോ, ഞാനൊരു നീചനാണ്, വഞ്ചകനാണ്, അതിലുപരി മനസ്സാക്ഷി പോലും ഇല്ലാത്തവനാണ്. അല്ലെങ്കിൽ പാവം എൻ്റെ അമ്മയെ ഞാൻ വേദനിപ്പിക്കുമോ? സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ നിഷ്കളങ്കതയെ മുറിവേൽപ്പിക്കുമോ? ഇല്ല, ഞാനൊരു പാപിയാണ്. ഇതൊരു ഏറ്റുപറച്ചിലാണ് ഷെല്ലോക്ക്, ഉറ്റ സ്നേഹിതനോടുള്ള ഏറ്റുപറച്ചിൽ. ഞാനിന്ന് ഒത്തിരി ആലോചിച്ചു. അമ്മയും സമീറയും പറയുന്നതാ ശരി, വലിയ ശരി. ഇവാൻ എന്ന വലിയ തെറ്റിനെ കീറി മുറിക്കുന്ന ശരി, നേരിന്റെ ശരി. ആ ശരിയിൽ ഞാനൊരു ലാളനെ കാണുന്നുണ്ട്. എന്നെ പോലെയുള്ള ഒരുവനെ ഒരിക്കലും ലഭിക്കാൻ അർഹതയില്ലാത്ത ഒരു പരിലാളന. നമുക്കിതൊക്കെ ഉപേക്ഷിക്കാം ഷെല്ലോക്ക്. നമ്മൾ കണ്ട സ്വപ്നങ്ങളൊന്നും നമ്മുടെ നല്ലതിനല്ല എന്നൊരു തോന്നൽ ഭ്രാന്തമായി എന്നെ വേട്ടയാടുന്നു. നേരിന്റെ വഴിയിൽ രണ്ട് നെറികെട്ടവന്മാരാകരുത് ഇവാനും ഷെല്ലോക്കും. അതുകൊണ്ട് നമുക്കെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഷെല്ലോക്ക്. ഇത് ഒത്തിരി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. കൊള്ളയും കൊലയും പിടിച്ചുപറിയുമൊക്കെ ഇന്ന് രാത്രിയോടെ അവസാനിക്കണം. നാളെ പുതിയൊരു പ്രഭാതം, പുതിയൊരു യുവാനും പുതിയൊരു ഷെല്ലോക്കും. ഷെല്ലോക്ക്, ഷെല്ലോക്ക്, ഷെല്ലോക്ക്.
ഇവാൻ ഇവാൻ ഫു! അവന്റെ ഒരു പുതിയ പ്രഭാതം. അതിന് നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ ഇവാൻ? ഈ രാത്രിയോടെ ഇവാൻ എന്ന അധ്യായം അവസാനിക്കുന്നു. ഒരു ചരിത്രത്തിലും ഇടം നേടാൻ സാധിക്കാതെ പോയ ഒരു കറുത്ത അധ്യായം. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഇവാൻ. നിന്റെ മരണം അതിൽ കുറഞ്ഞതൊന്നും ഇനി നീ അർഹിക്കുന്നില്ല. മോഹിച്ച പെണ്ണും കണ്ട സ്വപ്നങ്ങളും വെറുതെ അങ്ങ് മറന്നു കളയാൻ ഞാൻ വെറും ഒരു വിഡ്ഢിയല്ല ഇവാൻ. അല്ലെങ്കിലും ഷെർലോക്കിന്റെ ലോകത്ത് മറ്റൊരു കൂട്ടുപങ്കാളി വേണ്ട. അവിടെ പങ്കുവെക്കലുകളും ഭാഗവെക്കലുകളും ഇല്ല. എല്ലാം എന്റേത് മാത്രം. ഈ ഷെർലോക്കിന്റേത് മാത്രം. ശക്തി കൊണ്ട് നിന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നിനക്കില്ലാതെ പോയതൊന്ന് എനിക്കുണ്ട്. ബുദ്ധി. വെറും ബുദ്ധിയല്ല ഇവാൻ, കുബുദ്ധി. ഞാൻ ഇന്ന് പ്രയോഗിച്ചു. ഒരൽപ്പം വിഷം. ഇവാൻ എന്ന ഗർജിക്കുന്ന സിംഹത്തിന് ഷെർലോക്ക് എന്ന കഴുകന്റെ വജ്രായുധം. അതും ഉറ്റ സുഹൃത്തിന്റെ നുര പതയുന്ന ലഹരിയിൽ. ഇനി നിനക്ക് മടങ്ങാം ഈ ലോകത്തിൽ നിന്ന് തന്നെ പുതിയൊരു ഇവാനായി അങ്ങ് പരലോകത്തിൽ. ഇതെങ്ങനെ സംഭവിച്ചെന്ന് യാതൊരു പിടിയുമില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു മരണം വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൊലപാതകമാവാൻ യാതൊരു സാധ്യതയുമില്ല. അല്ലെങ്കിലും ഇവാനെ വകവരുത്താൻ മാത്രം ശക്തിയുള്ളവൻ ഈ പരിസരങ്ങളിൽ ഒന്നുമില്ല. ഇനി അവന്റെ ഒപ്പമുള്ള ഷെർലോക്കാണെങ്കിലോ? അവൻ കേൾക്കണ്ട. എടോ, അവരുറ്റ സ്നേഹിതരല്ലേ, പരസ്പരം വേർപ്പെടുത്താൻ കഴിയാത്ത ചങ്കുകൾ. എന്തൊക്കെ പറഞ്ഞാലും നഷ്ടം ആ പാവം വിധവയ്ക്കു തന്നെ. അവനു വേണ്ടി കാത്തിരിക്കുന്ന ആ പെൺകുട്ടിയുടെ കാര്യവും കഷ്ടം. അവന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് എപ്പോഴാണെന്ന് വല്ലതും അറിഞ്ഞോ? ആരറിയാൻ? അത്തരം കാര്യങ്ങളൊക്കെ ആദ്യം അറിയേണ്ടവർ നമ്മളല്ലേ, അല്ലേ? അതെ അതെ, നമ്മളറിയാതെ ഇവിടെ എന്തു നടക്കാൻ. അല്ല, ആ വരുന്നത് ആരാണെന്ന് നോക്കൂ. അത് നമ്മുടെ പീലിപ്പോസ് അല്ലേ? കുറെ നാളായല്ലോ പീലിപ്പോസെ കണ്ടിട്ട്. ആ, എന്താ ഫിലിപ്പോസ് ഈ വഴിയൊക്കെ? അങ്ങ് മറന്നുപോയോ? നിന്റെ ഗുരുവായ യേശുവിന് സുഖം തന്നെയല്ലേ? ആളങ്ങ് പ്രശസ്തനായല്ലോ. പ്രശസ്തിയോ? ഗുരുവിനെ തീരെ താല്പര്യമില്ലാത്തൊരു പദമാണ് പ്രശസ്തി. ആ, അത് പോട്ടെ, എന്താ പ്രത്യേകിച്ച്? അന്നൊരിക്കൽ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ, എൻ്റെ ഗുരുവിനെ ഈ നാട്ടിലേക്ക് ഒരു ദിവസം കൊണ്ടുവരുമോ എന്ന്? ഇല്ലേ? ചോദിച്ചു. എന്താ, ഇവിടേക്ക് വരുന്നുണ്ടോ? ഉവ്, വരുന്നുണ്ട്. ഇപ്പോൾ വരും. എൻ്റെ ഗുരുവായ യേശു. ഇന്നലെ ഗുരു ഞങ്ങളോട് പറഞ്ഞു, ഈ നായിൻ പട്ടണത്തിൽ എന്തോ ഒരു വലിയ കാര്യം ചെയ്തു തീർക്കാനുണ്ടെന്ന്. പക്ഷേ എന്താണെന്ന് വെളിപ്പെടുത്തിയില്ല. ഏതോ ഒരു വിധവയുടെ കണ്ണുനീർ ഞാൻ തുടച്ചു നീക്കുമെന്ന് മാത്രം ഞങ്ങളോട് പറഞ്ഞു. എന്ത് വിധവയോ? അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. അല്ലെങ്കിലും ഇന്നു തന്നെയാണ് എന്തെങ്കിലുമൊക്കെ നടക്കേണ്ടതും. ആ പാവം വിധവയുടെ ഏക മകൻ ഇന്നലെ മരണപ്പെട്ടു. ചിലപ്പോ അവനിലാകും നിന്റെ ഗുരുവിന്റെ അത്ഭുതം നടക്കാനിരിക്കുന്നത്. എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റഹീം, ഉടനെ ഇവാന്റെ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആളെ അയക്കൂ. യേശു ഇപ്പോൾ ഇവിടെ വരും.
എവിടെ ആ പാവം വിധവയുടെ മകൻ ഇവാൻ? അവന്റെ മൃതദേഹം ഇപ്പോൾ കൊണ്ടുവരും ഗുരു. എന്റെ പിതാവിന്റെ കാരുണ്യം ഇന്ന് ആ മകനിൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. റബ്ബി, റബ്ബി, അങ്ങ് പാവപ്പെട്ടവരോട് കാരുണ്യം കാണിക്കുന്നവനാണെന്ന് കേട്ടിട്ടുണ്ട്. ആകെയുള്ള എന്റെ മകനാണിത്. ഇവനെ എനിക്ക് തിരിച്ചു വേണം റബ്ബി. അങ്ങ് കരയണോ? എന്റെ മകന് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണോ റബ്ബി? കനിയണോ റബ്ബി? എന്റെ മകനെ എനിക്ക് തിരിച്ചു നൽകണം. സ്ത്രീയെ, കരയാതിരിക്കും. നിന്റെ മകന്റെ പോയി മറഞ്ഞ ജീവിതം എനിക്കറിയാം. പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ ഇന്ന് എന്റെ പിതാവിന്റെ വലിയ കാരുണ്യം ഈ മകനിൽ പ്രകടമാകേണ്ടിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതിന് സാക്ഷികളായിരിക്കും. യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. റബ്ബി, റബ്ബി, എന്റെ മകന് ജീവൻ തിരികെ ലഭിച്ചിരിക്കുന്നു. എന്റെ മകൻ നഷ്ടപ്പെട്ടിട്ടില്ല റബ്ബി. നന്ദി. ഈ വിധവയുടെ കണ്ണുനീരിൽ കുതിർന്ന 1000 നന്ദി റബ്ബി. അങ്ങ് പ്രവാചകനാണ്. അങ്ങേക്ക് 1000 നന്ദി. അങ്ങ് വലിയവനാണ്. പാവങ്ങളോട് കരുണ കാണിക്കുന്നവനാണ് റബ്ബി. അങ്ങേക്ക് 1000 നന്ദി. പൊഴിയും കാലങ്ങൾക്കപ്പുറം കളിരണിയും കാലമുണ്ട തോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം കളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ആ സ്നേഹിത ഷെർലോക്ക്, എത്ര ദിവസമായി തമ്മിൽ കണ്ടിട്ട്? ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഇവാൻ
നിനക്കെന്തെങ്കിലും സംഭവിച്ചോ? സംഭവിച്ചു എന്നോ? അപ്പോ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എടാ, അന്ന് നമ്മൾ മദ്യപിച്ച് പിരിഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെയോ മരണപ്പെട്ടു. പക്ഷെ അത് എങ്ങനെയാണെന്ന് മാത്രം എനിക്ക് യാതൊരു പിടിയുമില്ല. പിറ്റേ ദിവസം യേശു എന്നൊരു വ്യക്തി നമ്മുടെ നാട്ടിൽ വരികയും എന്നെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം അമ്മയും സമീറയും പറഞ്ഞ അറിവുകളാണ്. ആദ്യമൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് എനിക്കെല്ലാം ബോധ്യമായി. അല്ല, നിന്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എവിടെയായിരുന്നു എന്നെ ഉപേക്ഷിച്ച് ഇത്ര ദിവസം? അത് ഞാനൊരാളെ കാണാൻ പോയതാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ മനസ്സിലുള്ള ചില പദ്ധതികളെ കുറിച്ച്. ആ പദ്ധതികളൊക്കെ നിറവേറ്റാൻ അയാളോടൊപ്പം ചേർന്നാൽ മതി. ഒത്തിരി പേരുണ്ട് അയാളുടെ കൂടെ, എന്തിനും മടിക്കാത്തവർ. ഇപ്പോൾ നമുക്ക് ആവശ്യം അയാളെ പോലൊരു നേതാവിനെയാ, എന്തിനും പോകുന്നൊരു നേതാവിന്. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഏത് നേതാവിനെ കുറിച്ചാ നീ സംസാരിക്കുന്നത്? എന്താ അയാളുടെ പേര്? ബറാബാസ്. ബറാബാസ് എന്നാണ് അയാളുടെ പേര്. ഒന്നിനും മടിയില്ലാത്തവൻ. കൊല്ലും കൊലയും കലാപവും ഒക്കെ കൂടെ കൊണ്ടു നടന്ന് രസിക്കുന്നവൻ. ചൂതാട്ട യുദ്ധത്തിൽ തോൽവികൾ അറിയാത്ത രാജാവ്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ആരും ഭയക്കുന്ന ഒരു ലഗിയോൻ. എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന ആളുമായി നിനക്കെന്താണ് ബന്ധം? എനിക്കോ? എനിക്കെന്നല്ല, നമുക്കെന്ന് പറയും. ഞാൻ മനസ്സിലാക്കി തരാം. ഈ പറയുന്ന ബറാബാസ് കുറെ വർഷങ്ങളായി ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ചില കാരണങ്ങളാൽ നാടുവിട്ടതാണ്. ഇന്നും റോമൻ പട്ടാളക്കാർ ബറാബാസിനെ തേടുന്നുണ്ട്. കുറെ കുറ്റങ്ങൾ ബറാബാസിന്റെ പേരിൽ നിലവിലുണ്ട്. ഇപ്പോൾ ബറാബാസിന്റെ വരവിന് വലിയൊരു ഉദ്ദേശമുണ്ട്. വേണമെങ്കിൽ അതിനെ ദുരുദ്ദേശമെന്നും വിളിക്കാം. എന്താണ് അയാളുടെ ദുരുദ്ദേശം ഷെർലോക്ക്? ജെറൂസലേം പട്ടണത്തിന്റെ നാശം. ജെറൂസലേം പട്ടണത്തിന്റെ നാശമോ? എന്തിന്? അതൊന്നും എനിക്കറിയില്ല. ബറാബാസിന്റെ ഈ വരവിന്റെ ഉദ്ദേശം വലിയൊരു കലാപമാണ്. ജെറൂസലേം ചിന്നിച്ചിതറുന്ന മതവിദ്വേഷികളുടെ രക്തകലാപം. അനേകായിരങ്ങളുടെ ജഡത്തിനു മീതെ ബറാബാസ് എന്ന നേതാവ് ഒരു വിജയക്കൊടി പാറിക്കും. വിപ്ലവം എന്ന വിജയക്കൊടി. അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ രണ്ടുപേരും കാണും. ഈ ഷെർലോക്കും ഈ ഇവാനും. ഇല്ല, ഞാനുണ്ടാകില്ല. ഈ പറഞ്ഞതൊന്നും സംഭവിച്ചുകൂടാ ഷെർലോക്ക്. അത് കൊടും ക്രൂരതയാണ്. ഇതിന് കൂട്ടുനിൽക്കാൻ എനിക്കാവില്ല. ഷെർലോക്ക്, നീയും ഇതിൽ നിന്ന് പിന്മാറണം. ഈ കളി അപകടമാണ്. മരണത്തെ വിളിച്ചു വരുത്തലാകും അത് വേണ്ട. ഇവാൻ, നിനക്കെന്താ ഭയമാണോ? ആരെയും എന്തിനേയും ഭയക്കാത്ത നിന്റെ അധരങ്ങൾ ഒരു ഭീരുവിന്റെ യാചനാസ്വരം ഉരുവിടുന്നുവോ? ഇത് ഭീരുവിന്റെ യാചനാസ്വരമല്ല ഷെർലോക്ക്. തിരിച്ചറിവിന്റെ നേരായ സ്വരമാണ്. കേട്ടിടത്തോളം ഈ ബറാബാസ് ഒരു ഉളുപ്പില്ലാത്തവനാണ്. അവൻ നിന്നെ ചതിക്കും. അതുകൊണ്ട് ഒന്നും വേണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിനക്കെന്റെ കൂടെ നിൽക്കണമെങ്കിൽ നിൽക്കാം. അല്ലാതെ വഴിമുടക്കി നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇതൊന്നുമല്ല ഇപ്പോഴെന്റെ മനസ്സിൽ. എന്നെ ഉയർപ്പിച്ചവന്റെ സ്വരം ഇപ്പോഴും എന്റെ കാതുകളിൽ പ്രകമ്പനം കൊള്ളുന്നു. അദ്ദേഹത്തെ നേരിൽ കാണണം. കഴിഞ്ഞുപോയ ജീവിതത്തെ ഓർത്ത് പശ്ചാത്താപിക്കണം. മനസ്സ് തുറന്ന് സംസാരിക്കണം. ഇതൊക്കെയാണ് ഇനിയുള്ള എൻ്റെ ആവശ്യങ്ങൾ. മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണന നൽകുന്ന ഒരു നല്ല മനുഷ്യനാവുക. നിന്റെ വഴിയിൽ ഞാൻ ഇനിയൊരു തടസ്സമാകില്ല. പക്ഷേ ഒന്നോർക്കണം, തിരിച്ചറിവ് നൽകുന്ന പാഠങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുത്. ഖേദിക്കേണ്ടി വരും. സ്വന്തം നിഴൽ പോലും കൂട്ടിനില്ലാതെ തനിയെ. ഇവാൻ,
ഉണ്ടാകരുത്. ഇത്രയും നാം ഞാൻ കാത്തിരുന്നത് ഈ ഒരു കലാപത്തിന് വേണ്ടിയാണ്. ആരും രക്ഷപ്പെടാൻ പാടില്ല. ഭരണാധികാരികളും ഭരണകൂടവും പടയാളികളും പ്രജകളും സർവരും മരണത്തിനിരകളാകണം. ഈ ബറാബാസ് ആഗ്രഹിക്കുന്നത് നേടിയിട്ടുണ്ട്. ആശിച്ച് നടക്കാതെ വന്നാൽ ഇല്ല, അത് സംഭവിക്കില്ല. ഈ കൂട്ടത്തിൽ ആരെങ്കിലും വാക്ക് തെറ്റിച്ചാൽ അവനുമുണ്ടാകും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരു വിരൂപജടം. ഒപ്പം നിന്നാൽ ഒരു മലയോളം വാരിക്കോരിത്തരും ഞാൻ. മറിച്ചാണെങ്കിൽ പോയിക്കോളൂ. അവൻ വന്നില്ല അല്ലേ? ആ വിധവയുടെ മകൻ ഇവാൻ? ഇല്ല, അവനിപ്പോൾ ഇതിലൊന്നും താല്പര്യമില്ല പോലും. അവനാകെ മാറിപ്പോയി. കുറെ മുടന്തൻ ന്യായീകരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു. എന്നെയും ഒരുപാട് നിർബന്ധിച്ചു ഈ പദ്ധതിയിൽ നിന്ന് ഒഴിയാൻ. അവനെ അങ്ങനെ അങ്ങ് ഒഴിവാക്കണ്ട. ഇനിയെങ്ങാനും ഈ ദൗത്യം പരാജയപ്പെട്ടാൽ അവന്റെ പേരും ഉണ്ടാകണം ഈ കൂട്ടത്തിൽ. മനസ്സിലായോ? ഉവ്വ്, മനസ്സിലായി. മനസ്സിലായെങ്കിൽ നിനക്ക് പോകാം. അത് പിന്നെ കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. തന്ന പണമെല്ലാം തീർന്നു പോയി. ഇതാ പണം. പണം എനിക്കൊരു വിഷയമല്ല. അതെത്ര വേണമെങ്കിലും ഞാൻ വാരിയെറിയും. ആവശ്യം പോലെ കൊടുക്കും. പക്ഷേ കൂടെ നിൽക്കുന്നവർ ചതിച്ചാൽ ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. ജെറൂസലം, ജെറൂസലമാണ് എന്റെ ലക്ഷ്യം. കൊതിയാകുന്നു. ബറാബാസിത ഒരുങ്ങിക്കഴിഞ്ഞു. ജെറൂസലമേ, നിന്റെ രക്തത്തിനു വേണ്ടി ഈ ബറാബാസിത ഒരുങ്ങിക്കഴിഞ്ഞു. അമ്മേ, ഇവൻ വന്നില്ലല്ലോ. ഇനി അദ്ദേഹത്തെ ഇവൻ കണ്ടിരിക്കുമോ? അറിയില്ല സമീറ. എത്ര ദിവസമായി ഇവാൻ യേശുവിന്റെ പിറകെ നടക്കുന്നു. ഒന്ന് അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും അവന് സാധിക്കുന്നില്ല. പാവം ഇവാൻ. അദ്ദേഹത്തോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവന് വലിയ ആഗ്രഹമുണ്ട്. എല്ലാം ശരിയാകും അമ്മേ. ഇന്നല്ലെങ്കിൽ നാളെ ഇവാൻ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്യും. ഇവാൻ പോയ കാര്യം എന്തായി? അദ്ദേഹത്തെ നീ കണ്ടുവോ? സംസാരിച്ചുവോ? ഇവാൻ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഇല്ല, ഇന്നും അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിക്കാൻ സാധിച്ചില്ല. അമ്മേ, അത്രയും ജനക്കൂട്ടമായിരുന്നു അദ്ദേഹത്തിന് ചുറ്റും. പിന്നെ എങ്ങനെയാ പരസ്പരം സംസാരിക്കുന്നത്? സാരമില്ല ഇവാൻ. മറ്റൊരവസരത്തിൽ നിനക്ക് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനും സാധിക്കും. ഇവാൻ, വിഷമിക്കാതിരിക്കൂ. ഏയ്, എനിക്ക് വിഷമമൊന്നുമില്ല സമീറ. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നെങ്കിലും ഒരിക്കൽ ആ കൂടിക്കാഴ്ച സാധ്യമാകുമെന്നുള്ള ഉറച്ച ബോധ്യം ഇന്ന് എനിക്കുണ്ട്. ആ അമ്മേ, അമ്മയ്ക്കറിയില്ലേ, നാളെയാണ് ജെറുസലേമിൽ വലിയ തിരുനാൾ. ഒരുപാട് ദേശക്കാർ വരുന്ന തിരുനാളാണ്. വലിയ ആഘോഷങ്ങളാണ് നാളെ അവിടെ നടക്കാൻ പോകുന്നത്. ഈ തിരുനാളിനെ
യേശുവും ശിഷ്യന്മാരും വരുന്നുണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. യേശുവിനെ വരവേൽക്കാൻ ജെറുസലേം ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും നാളെ ജെറുസലേം വരെ പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. തരപ്പെട്ടാൽ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയും ചെയ്യാം. ഒലിവിലകൾ നൃത്തമാടി ഓർശലേമിൽ ഉത്സവമായി രാജരാജനേശുരാജൻ എഴുന്നള്ളുകയായി. ഒലിവിലകൾ നൃത്തമാടി ഓർശലേമിൽ ഉത്സവമായി രാജരാജനേശുരാജൻ എഴുന്നള്ളുകയായി. ഓശാന 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 ദാവീദിൻ സുതനേ. ഓ സഹിയോൻ പുത്രി നീ ആമോദിക്കൂ, നിൻ രാജാവിതാ. ഒലിവിലകൾ നൃത്തമാടി ഓർശലേമിൽ ഉത്സവമായി രാജരാജനേശുരാജൻ എഴുന്നള്ളുകയായി. ഒലിവിലകൾ നൃത്തമാടി ഓർശലേമിൽ ഉത്സവമായി രാജരാജനേശുരാജൻ എഴുന്നള്ളുകയായി. വിലയേറിയവൻ വിനയാൻവിതനായി കടമെടുത്ത കഴുതമേൽ കരേറി. വിലയേറിയവൻ വിനയാൻവിതനായി കടമെടുത്ത കഴുതമേൽ കരേറി. വഴിയിൽ പൂമെത്തയായി വസ്ത്രം വിരിച്ചിത ഒരു മനമായി ഒരു സ്വരമായി ജനമുണരുകയായി. ശിഷ്യഗണം സ്തുതി പാടുകയായി. ഓശാന 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 ഓശാന. ഒലിവിലകൾ നൃത്തമാടി ഓർശലേമിൽ ഉത്സവമായി രാജരാജനേശുരാജൻ എഴുന്നള്ളുകയായി. ഒലിവിലകൾ നൃത്തമാടി ഓർശലേമിൽ ഉത്സവമായി രാജരാജനേശുരാജൻ എഴുന്നള്ളുകയായി. ഓശാന 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 ഓശാന. ഇവാൻ, നീ എവിടെയായിരുന്നു? രാവിലെ മുതൽ ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്താ ഷെല്ലോ, ഞാൻ യേശുവിനെ കാണാൻ ജെറുസലേമിലേക്ക് പോയിരിക്കുകയായിരുന്നു. എന്നിട്ട് കണ്ടോ? ഇല്ലല്ലോ. നിനക്ക് ഭ്രാന്താ ഇവാൻ, വെറുതെ സമയം കളയാൻ. അതുപോട്ടെ, ഞാൻ നിന്നെ അന്വേഷിച്ചത് മറ്റൊരു കാര്യം പറയുവാനാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ബറാബാസിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? അയാളെ ഇന്നലെ പടയാളികൾ പിടിച്ചു. ഒപ്പമുള്ളവരെ പടയാളികൾ അന്വേഷിക്കുന്നുണ്ടെന്നാ കേൾവി. കൂട്ടത്തിൽ പറയൂ ഷെല്ലോ, കൂട്ടത്തിൽ എന്നെയും നിന്നെയും. എന്നെയോ? എന്തിന്? എന്ത് കാരണത്തിന്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ അയാളെ അറിയുക പോലുമില്ല. ഷെല്ലോ, നീ അനാവശ്യമായി എന്നെ ഇതിൽ പങ്കുകാരനാക്കരുത്. ഓ, ഒരു നീതിമാൻ. ഒന്ന് പോടാ.
നീ എന്നു മുതലാ നല്ലവനായെന്നൊക്കെ എനിക്കറിയാം. എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു. മരണത്തെ ഭയമില്ലാത്തവൻ, വിധി പോലും നേരിൽ കണ്ടാൽ ഭയക്കുന്നവൻ, ശക്തിയെ ആയുധമാക്കിയ അഭ്യാസി. നീ നിനക്കു ചാർത്തിയ അലങ്കാരങ്ങളാണ് ഇവയെല്ലാം. എന്നിട്ടിപ്പോൾ ഏതോ ഒരു കൺകെട്ട് വിധിക്കാരൻ വന്ന് എന്തോ മായാജാലം കാണിച്ചപ്പോൾ അങ്ങ് അടിമുടിയൊരു മാനസാന്തരം. നാണമില്ലടാ പേടിച്ചൊളിച്ചിരിക്കാൻ. പേടിയോ? ഈ എനിക്കോ? നിനക്കറിയാലോ എന്നെ. വെറും വാക്കുകൊണ്ട് സാമ്രാജ്യം പണിയുന്നവനല്ല ഞാൻ. ഉള്ളതേ പറയൂ, പറയുന്നതേ പ്രവർത്തിക്കൂ. നീ ആവശ്യമില്ലാതെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തണ്ട. മുകളിൽ ആകാശം, താഴെ ഭൂമി എന്ന നിലപാടിൽ ഉറച്ചു നിന്നൊരു ബോധകാലം ഉണ്ടായിരുന്നു എനിക്ക്. അന്ന് നീയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം അവസാനിപ്പിച്ച് പുതിയൊരു ജീവിതം ആരംഭിച്ചിരിക്കുകയാണ് ഞാനിന്ന്. ആ എന്നെ ഞാൻ പോലും അറിയാത്ത ഒരു കള്ളക്കുറ്റത്തിൽ പങ്കുകാരനാക്കിയിരിക്കുകയാണ് നീ. കയ്പുള്ള ആ ലഹരി വിരുന്നിലേക്ക് നിന്നോടൊപ്പം ഞാനില്ല. നീ പിന്നെ എവിടെ പോകാൻ? ആ യേശുവിന്റെ ശിഷ്യനായിട്ടോ? അത് നടക്കില്ലല്ലോ ഇവാൻ. ഞാൻ മാത്രം അകത്തു പോയാൽ അതിനെന്തു സുഖം? ഒരു സുഖവുമില്ല. അതുകൊണ്ട് കയ്പുള്ള ലഹരി വിരുന്നിലേക്ക് ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ മറുഭാഗത്ത് നീയും ഉണ്ടായിരിക്കും. ഇവാൻ, ഒരുങ്ങിയിരുന്നു കൊള്ളൂ. ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും സംഭവിക്കാനിടയില്ലല്ലോ. അതൊക്കെ സംഭവിക്കും. അവരുടെ ജീവിത രീതികൾ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? ഏയ്, അങ്ങനെ പറയരുത്. അവരതൊക്കെ നിർത്തിയതല്ലേ. പിന്നെ എങ്ങനെ നിർത്തിയെന്നത് നേരാ. അത് ഇവാൻ ആ ഷെല്ലോക്കൊന്നും അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ശരിയാ. അല്ലെങ്കിലും ആ ഷെല്ലോക്ക് ഒരു ചതിയനാ. അവൻ തന്നെ ആയിരിക്കും ആ ഇവാനെ ചതിയിൽ കുടുക്കിയത്. പാവം ഇവാൻ എല്ലാം അവസാനിപ്പിച്ച് ഒരു നല്ല മനുഷ്യനായി വരികയായിരുന്നു. അതിനിടയ്ക്കാണ് ആ ഷെല്ലോക്കിൻ്റെ ചതി. ഞാനിപ്പോൾ ആലോചിക്കുന്നത് അവൻ്റെ ആ പാവം അമ്മയെ പറ്റിയ. മകനൊരു നല്ല മനുഷ്യനായി കാണാൻ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ അവർ. ഒടുവിൽ യഹോവ അവരുടെ പ്രാർത്ഥന ശ്രമിച്ചു. ഇവാനെ അത്ഭുതകരമായി മാനസാന്തരപ്പെടുത്തി. എന്നിട്ടിപ്പോ വീണ്ടും ആ സ്ത്രീയെ യഹോവ പരീക്ഷിക്കുകയാണോ? നേര് തന്നെ. എന്തായാലും ഇവാന്റെ അമ്മ ഇതൊന്നും അറിയണ്ട. അവനെ സ്നേഹിക്കുന്ന ആ സമീറയും. ശരിയാ, റോമൻ പടയാളികളാണ് രണ്ടുപേരെയും കൊണ്ടുപോയിരിക്കുന്നത്. എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്? ഇതിനോടൊപ്പം മറ്റൊരു വാർത്തയുമുണ്ട്. ആരും ഞെട്ടുന്ന മറ്റൊരു വാർത്ത. ആ ചെറുപ്പക്കാരനില്ലേ യേശു, അവനെയും പടയാളികൾ പിടിച്ചു അത്രേ. എന്തു കുറ്റത്തിന്? എന്തോ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന കുറ്റം ആരോപിച്ചാണത്രേ യേശുവിനെ പടയാളികൾ പിടികൂടിയത്. ഇന്നോ നാളെയാണ് വിചാരണ. അപ്പോ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതെ അതെ, ഒടുവിൽ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ഇവാനും ഉയർപ്പിച്ച യേശുവും ഒരേ റോമൻ ഭരണകൂടത്തിന്റെ വിചാരണക്കൂട്ടിൽ. അതെ, ഉയർത്ത യുവാനും ഉയർപ്പിച്ച യേശുവും വിചാരണക്കൂട്ടിൽ. ഇനി വിധിവാചകങ്ങളാണ്. മൂർച്ചയേറിയ വിധിവാചകങ്ങൾ. ഈ വിധിവാചകങ്ങളിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമുണ്ട്. മരണവും ഉയർപ്പുമുണ്ട്. തിരിച്ചറിവിന്റെ തീരാ തേങ്ങലുകളുണ്ട്. ചതിയുടെ കനലുകൾ കണ്ണിലൊളിപ്പിച്ചവന്റെ ദാരുണമായ മരണമുണ്ട്. ഇനി എഴുതി ചേർക്കുവാനുള്ളത് അവസാന ഭാഗമാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ഈ കഥയുടെ അവസാന ഭാഗം. ഒത്തിരി ആലോചിച്ചു എന്തെഴുതണം. എന്തെഴുതിയാലും ഈ അവസാന ഭാഗത്ത്
ഇവാന് നൽകേണ്ട സ്ഥാനം വളരെ വ്യത്യസ്തവും ആരും പ്രതീക്ഷിക്കാത്തതുമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനുവേണ്ടി ബൈബിളിലെ പല കഥാപാത്രങ്ങളിലൂടെയും എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നു. പക്ഷേ ഇവാന്റെ മുഖം അവർക്കാർക്കും ചേരില്ലായിരുന്നു. ഭരണകൂടത്തിലെ ന്യായാധിപന്മാർക്കോ പോർക്കളത്തിലെ പടയാളികൾക്കോ നീതിമാന്റെ രക്തത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ജനാവലിക്കോ ആർക്കും തന്നെ ഇവാൻ എന്ന ചെറുപ്പക്കാരന്റെ മുഖം ചേരുമായിരുന്നില്ല. അങ്ങനെ അന്വേഷണങ്ങൾക്കൊടുവിൽ ഇവാന് നൽകാവുന്ന യഥാർത്ഥ സ്ഥാനം ഞാൻ തിരിച്ചറിഞ്ഞു. ഇവാന് ലഭിക്കേണ്ട നേരായ സ്ഥാനം. ാണെങ്കിൽ നിന്നെ തന്നെയും ഈ ഞങ്ങളെ രക്ഷിക്കുക. അതിന് കഴിയുന്നില്ലല്ലേ? കഴിയില്ല, നിനക്കതിന് കഴിയില്ല. കാരണം നീ മനുഷ്യനാണ്. ഞങ്ങളെ പോലെ വെറും ഒരു മനുഷ്യൻ. സ്നേഹിത, നീ കാണുന്നില്ലേ? നിന്റെ ആദർശവാനായ ഗുരു പാപികളോടുകൂടെ കുരിശിൽ കിടന്ന് പിടഞ്ഞ് കരയുന്നത് കാണുന്നില്ലേ സുഹൃത്തെ? നീ അരുത് ഷെർലോക്ക്, അരുത്. നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലേ? നിനക്കും ആ മനുഷ്യനും ഒരേ ശിക്ഷയല്ലേ ലഭിച്ചിരിക്കുന്നത്? നമ്മുടെ കാര്യമാണെങ്കിൽ നാം അതിനെ അർഹരാണ്. എന്നാൽ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഗുരു, ക്ഷമിക്കണം. അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ ഇവാൻ. എനിക്കറിയാം, നായനിലെ വിധവയുടെ മകൻ. മകനെ ഇവാൻ, നീ എന്നെ കാണുവാനും സംസാരിക്കുവാനുമായി ഒത്തിരി ആഗ്രഹിച്ചിരുന്നുവല്ലേ? എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ എന്നെ സ്പർശിക്കുമ്പോൾ ആ ജനക്കൂട്ടത്തിനിടയിൽ ഞാൻ നിന്നെ കണ്ടിരുന്നു. ജെറൂക്കോയിൽ സിക്കമോർ മരത്തിൽ നിന്നും ചുങ്കക്കാരിൽ പ്രധാനിയായ സഖ്യവോസിനെ ഞാൻ താഴെ ഇറക്കുമ്പോൾ അവിടെ തിങ്ങിക്കൂടിയ ജനക്കൂട്ടത്തിനിടയിൽ നിന്നെ ഞാൻ കണ്ടിരുന്നു. ഒടുവിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം എനിക്ക് ഓശാന പാടുമ്പോൾ എന്നെ ഒരു മാത്ര കാണുവാനായി വെമ്പൽ കൊള്ളുന്ന നിന്നെ ഞാൻ കണ്ടിരുന്നു. ഇന്ന് ഇവിടെ ഇപ്പോൾ കലുഷിതമായ ആകാശത്തിനും പാപത്താൽ വീണ്ടുകേറിയ ഭൂമിക്കും മധ്യേ അടുത്തടുത്ത കുരിശുകളിൽ നാം കണ്ടുമുട്ടിയിരിക്കുന്നു.
ഇതാണ് നേരായ സമയം. ഇവാൻ, ലോകരക്ഷകനായി ഞാൻ നിന്നെ എന്നേക്കുമായി സ്വന്തമാക്കിയിരിക്കുന്നു. ഗുരു, നന്ദി ഗുരു, നന്ദി, പറഞ്ഞറിയിക്കാനാവാത്ത നന്ദി. ഷെലോ, കണ്ടില്ലേ, എന്റെ ഗുരു എന്നെ എന്നേക്കുമായി സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി എന്റെ സന്തോഷത്തിന് അതിരുകളില്ല. ഞാൻ എല്ലാം നേടിയിരിക്കുന്നു. ഈ കുരിശിൽ കിടന്നുകൊണ്ട്, ആരും വെറുക്കുന്ന ഈ കുരിശിൽ കിടന്നുകൊണ്ട് ഞാൻ എന്റെ യേശുവിനെ നേടിയിരിക്കുന്നു. കാണൂ ഷെലോക്ക്, കണ്ണ് തുറന്നുകൊണ്ട് കാണൂ ഷെലോക്ക്. ഇവാൻ എന്ന നല്ല കള്ളൻ ഇപ്പോൾ എല്ലാം നേടിയിരിക്കുന്നു. ഗുരു, എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട്. അങ്ങേ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. ഇവാൻ, നീ ഇന്ന് പറുദീസയിൽ എന്നോടൊപ്പമായിരിക്കും. അവിടെ മാലാകമാർ നിന്നെ പരിചരിക്കും. ഇനിയും നിനക്കെന്നോട് പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതെല്ലാം പറുദീസയിലായിരിക്കുമ്പോൾ നീ എന്നോട് പറയണം. അതിനായി ഞാൻ അവിടെ കാത്തിരിക്കും. ഇപ്പോ വേർപാടിന്റെ സമയമായി. ഹേൽ, ഹേൽ, ലാമാ സബക്താനി. ഹേൽ, ഹേൽ, ലാമാ സബക്താനി. ആഴമാർന്ന നിൻ മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം